പ്രിയപ്പെട്ടവരെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബെഡ് റോഡ് സിഗ്നൽ ജംഗ്ഷൻ സമീപത്താണ്. ഇവിടെ ഇടയ്ക്ക് റോഡ് ബ്ലോക്കായിരുന്നു. റോഡ് പണി NH66 പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കണിയാപുരത്ത് പോകാൻ ഒരു കട്ടിംഗ് റോഡുണ്ടായിരുന്നു, അത് അടച്ചിരുന്നു. അതിനുശേഷം എല്ലാ വാഹനങ്ങളും കഴക്കൂട്ടം വഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ ഇവിടെ റോഡ് കട്ടിങ്, പുതിയൊരു കട്ടിങ് സെറ്റ് ചെയ്ത് ഇതുവഴി വാഹനം കടത്തി വരുന്നുണ്ട്. ഇനി വെഞ്ഞാറമൂട് നിന്ന് കണിയാരം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കഴക്കൂട്ടം വഴി പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഇതിൽ ഇടപെട്ട കഴക്കൂട്ടത്തിൻ്റെ പ്രിയപ്പെട്ട SHO പ്രവീൺ സാർ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് വില നൽകിക്കൊണ്ടാണ് ഈ ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തത്. ഇനി പോത്തങ്കോട്, അതായത് കോട്ടയം വെഞ്ഞാറമൂട് പോത്തങ്കോട് നിന്ന് വന്ന് കണിയാപുരം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇനി ഒരു കഴക്കൂട്ടം വഴി കറങ്ങി പോകേണ്ട കാര്യമില്ല. ഈ കട്ടിങ് വഴി കറങ്ങി കണിയാപുരം ആറ്റിങ്ങൽ കൊല്ലം ഭാഗത്തേക്ക് പോകാം. അതേപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴക്കൂട്ട് നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പോത്തങ്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ പോയി കറങ്ങി വേണം. അതായത് ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ കട്ടിങ് വഴി മാത്രമേ കടന്നു പോകാവൂ. ഇത് വൺ സൈഡ്, അതായത് പോത്തങ്കോട് നിന്നും അല്ലെങ്കിൽ കണിയാത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ ഇവിടെ ഈ റോഡ് വലത്ത് കറങ്ങി നമ്മുടെ ബീച്ച് റോഡ് പോകണമെങ്കിലോ അതല്ലെങ്കിൽ പോത്തങ്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കണിയാർ ഭാഗത്തേക്ക് പോകുന്നെങ്കിലും മാത്രമേ പോകാൻ പറ്റൂ. ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് എൻട്രൻസ്. കഴക്കൂടത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഇതുവഴി കടത്തി വിടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ വിശാലമായിട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. അതുവഴി കറങ്ങി, അതായത് ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിന് മുന്നിൽ കൂടെ കറങ്ങി നമുക്ക് പോത്തങ്കോട് വരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഉപകാരം ചെയ്തു തന്ന പ്രവീൺ സാറിനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, ഞാനൊരു ഡ്രൈവർ കൂടിയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോഴറിയാൻ പറ്റി ഒരുപാട് നമ്മുടെ മംഗലാപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കഴക്കൂട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മൾ സാറുമാരെല്ലാവരും സംസാരിച്ചിരുന്നു ഇവിടെ ഒരു കട്ടിങ് വേണമെന്ന്. പക്ഷേ അന്ന് അത് കട്ടിങ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. ഇത് പ്രവീൺ സാറിൻ്റെ ഒരു വാക്കിന്, ആ പ്രവീൺ സാറാണ് ജനങ്ങളുടെ അവസ്ഥ, ഇത്രയും ബുദ്ധിമുട്ട് പോത്തങ്കോട് നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ MC റോഡിൽ വരുന്ന വാഹനങ്ങൾ കണിയാപുരത്ത് പോകണമെങ്കിൽ കഴക്കൂട്ടം പോയിട്ട് മാത്രമേ കറങ്ങി പോകാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഇന്ന് മുതൽ ഇതിനൊരു മാറ്റം വരികയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവീൺ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ദീപ ചേച്ചിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അളിയാ, ചേച്ചി ചേച്ചി ലൈവാണ്. നമസ്കാരം. പറയും, കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ചേച്ചിയെ പറ്റി പറയാനേ ഇവിടെ എൻ്റെ കൂട്ടുകാർക്ക് സമയമുള്ളൂ. കാരണം മംഗലാപുരത്ത് വെച്ച് കുറേ കലിപ്പും കാര്യങ്ങളും ഞാനും ചേച്ചി തമ്മിൽ കലിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമൊക്കെയല്ല, ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ സംസാരിച്ചു, ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒന്നുകൊണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അറിഞ്ഞത് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്, എൻ്റെ വാപ്പാടെ കൂട്ടുകാരൻ്റെ മകളാണ്. അപ്പോൾ അതൊക്കെ കൂടെ നിൽക്കട്ടെ, ചേച്ചി പറയും, കാര്യങ്ങൾ പറയും. ഇപ്പം നമ്മളിവിടെ ഒരു U-turn കൊടുക്കുന്നുണ്ട്. അതായത് കഴക്കൂട്ടം പോയി തിരിഞ്ഞ് ആണ് സാധാരണ എല്ലാവരും പറഞ്ഞത്. ഇവിടെ റോഡ് അടച്ചതിന് ശേഷം അപ്പം നമ്മൾ കഴക്കൂട്ടം SHO പറഞ്ഞതിന് പ്രകാരമാണ് നമ്മളിവിടെ ഒരു U-turn കൊടുക്കുന്നത്. എല്ലാവർക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സാറാണ് നമ്മളെ കഴക്കൂട്ടം പ്രവീൺ സാറ് വീണ്ടും നമ്മളെ സ്റ്റേഷനിലോട്ട് വന്നതിൽ എനിക്ക് നല്ല നമ്മളെല്ലാവർക്കും നല്ല സന്തോഷമാണ്. എല്ലാവർക്കും ഒരു ഹെൽപ്പുള്ള സാറാണ്, മനസാക്ഷി ഉള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്ന് 10 വർഷമായി. നമ്മളെ ഏത് കാര്യമായാലും സാറ് അതേപടി കേട്ട് മനസ്സിലാക്കി എന്താന്നുള്ള ഒരു ഇത് നോക്കും. പിന്നെ ഒരുപാട് പേര് കഴക്കൂട്ടത്ത് നിന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് എന്നെ പറ്റി കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ സാറിന് ഈ ഡ്യൂട്ടി വെയിലത്ത് നിന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യം ബുദ്ധിമുട്ട് സാറിന് അറിയാമെന്നുള്ളതുകൊണ്ട് എന്നെ ഇതുവരെ ഒരു വഴക്കും പറഞ്ഞിട്ടില്ല സാർ. അതുകൊണ്ടല്ല എനിക്കിത് സാറിൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക ബഹുമാനമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സല്യൂട്ടാണ് സാർ. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടുത്തെ, അതായത് കൊല്ലം ആറ്റിങ്ങൽ ഭാഗത്തോട്ട് പോകാനുള്ള ഒരു U-turn ആണ്. ബാക്കി കഴക്കൂട്ടം പോകാനുള്ള U-turn അപ്പുറത്തെ ആര്യസിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് വരുമ്പോഴുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ, അതായത്
അല്ല കഴക്കൂട്ടത്തിൽ വെഞ്ഞാറമൂട്ടിൽ നിന്നും അവിടെ അതായത് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകാൻ മാറ്റിങ്ങലും കൊല്ലം ഭാഗത്തോട്ട് പോകുന്നവർക്കുള്ള യൂട്ടേണാണ് നമ്മൾ ഈ കോട്ടക്കൽ വൈദ്യശാലയുടെ അവിടെ നിന്ന് ഫ്രണ്ടിലൊരു യൂട്ടേൺ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതെന്ന് പറയുന്നത് കഴക്കൂട്ടം തിരിഞ്ഞ് പോകുന്നവർക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അപ്പുറത്തെ ആര്യസിൻ്റെ അവിടെ മാത്രം പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സക്സസ് ആവണം എന്നാണ്. സക്സസ് ആവണം പാടില്ല. കാര്യം അവർ രാവിലെ വരുമ്പോൾ തന്നെ നമ്മുടെ മെട്രോഡ് താണ്ടി പോകാൻ കുറേ ഞാൻ രണ്ടുമൂന്ന് വീട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വണ്ടി ക്ലിയർ ആക്കി വിടുന്നുണ്ട്. ആംബുലൻസിനെ ആയാലും എല്ലാ കാര്യമായാലും ഞാൻ അതിൻ്റെതായ രീതിയിൽ ഞാൻ വിടുന്നുണ്ട്. അല്ല ചേച്ചി ഡ്യൂട്ടിയിൽ കറക്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട് 100%. പണ്ട് എൻ്റെ സുഹൃത്ത് വിജയശാന്തി IPS എന്ന് പറഞ്ഞു മാറിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ്. എനിക്കത് മാറാൻ പറ്റില്ല. കാര്യം വേറെ ഒന്നും അതല്ല. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ആ സമയത്തുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. കാര്യത്തിലൊന്നുമില്ല. ഞാൻ പാവമാണ്. എനിക്കറിയാം വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ആരുമായിട്ട് എനിക്ക് വരുന്നവരായിട്ടൊന്നും ചേച്ചി ഒരു മിനിറ്റ് കൂട്ടുകാരന്മാരെ ചേച്ചി പറയാന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയെ ട്രോളിൽ കൊണ്ട് വീഡിയോ ചെയ്തു. ട്രോളെന്ന് വെച്ചാൽ ചെറിയ വിഷയങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് വിജയശാന്തി IPS മുടിയൊക്കെ ബോബ് ചെയ്ത് നടക്കുന്ന കണ്ണാടിയൊക്കെ വെച്ച ഒരു വിജയശാന്തി IPS എന്ന് പറഞ്ഞ് ചേച്ചിയെ കളിയാക്കിയിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ ഒരു സ്പീഡിലാണ്. പക്ഷേ പിന്നീട് അറിഞ്ഞപ്പോഴാണ് ചേച്ചി ഡ്യൂട്ടി സ്ട്രിക്റ്റ് ആണ്, ബാക്കി എല്ലാവരും സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരെല്ലാം ചേച്ചി നല്ല സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഗുണവും ദോഷവുമായ കാര്യങ്ങൾ ഷെയർ ചെയ്യും. കാരണം ഇപ്പോൾ ഒരു റോഡ് കുഴി കിടന്നാലും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരു കുഴി കിടന്നാലും അതിനെപ്പറ്റി വീഡിയോ ചെയ്യും. കുഴി മൂടിയവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ വാപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോളാണ് ചേച്ചി. അതൊക്കെ പിന്നീട് അറിയാൻ പറ്റിയത്. എങ്കിലും ഞാൻ എൻ്റെ വാപ്പ തെറ്റാണെന്ന് വെച്ചാൽ ഞാൻ പ്രതികരിച്ചാൽ ശീലിച്ചത്. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. ഞാൻ ചേച്ചിയെടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നല്ല കമ്പനിയാണ്. ഇപ്പോൾ ചേച്ചിയെ പറ്റി ഈ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനി ചേച്ചിയാണ്. ഈ കഴക്കൂട്ടം മംഗലം ഭാഗത്ത് ഈ ലേഡീസിൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ സ്ട്രിക്റ്റും നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്ന ചേച്ചിയാണ്. അത് നാട്ടിലെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചിയുടെ കാര്യം കൂടെ പറഞ്ഞതാണ്. ഇനി വല്ല പറയാനുണ്ടോ? പറയാനില്ല. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ നമ്മുടെ മെട്രോഡ് താണ്ടി പോട്ടെ, അതേ ഉള്ളൂ. പിന്നെ ഈ ഇവിടുത്തെ സ്റ്റേഷനിലുള്ള ഇവിടുത്തെ പണിക്കാണ്, NHന്റെ പണിക്കാണ്, അവർ നമുക്ക് നല്ല ഫുൾ സപ്പോർട്ടാണ്. സൗണ്ട് കുഴി ആയാലും എവിടെ ഒരു ഇത് വന്നിരുന്നാലും നമുക്കത് കുഴി നല്ലപോലെ ആക്കിത്തത് കംപ്ലൈൻറ്റ് ഓൾറെഡി എല്ലാം അവർ നല്ല രീതിയിലൊക്കെ ചെയ്തൊക്കെ തരുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയിലുള്ള പിള്ളേർ, കമ്പനിയിലുള്ള പിള്ളേരായാലും നല്ല ഇതാണ്. ഞാൻ വിളിച്ചത് അപ്പോഴേ ഓർഡർ സേഫ്റ്റി ഓഫീസറാണ്. ഈ റോഡിൽ എവിടെ കൊണ്ട് കുഴി കിടന്നാലും പുള്ളിയെ വിളിച്ചാൽ മതി, എല്ലാം ക്ലിയർ ആക്കി തരും. ഓക്കെ. റോഡിൽ ഇപ്പോഴത്തെ ഈ ഡയമെൻഷന് നമ്മളെ ഒരു വൈശാഖ് സാറിന് ഒരു മെയിൻ ആളാണ്, ഓഫീസറാണ്. പുള്ളി വന്ന് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റേഷനിൽ സാറ് വിളിച്ച് പറയും, അതിനനുസരിച്ച് റോഡ് ഇതാക്കും. പിന്നെ ഈ നമ്മളെ ഈ NHന്റെ വർക്കിൽ വരുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്ത്, അതായത് റോഡ് എവിടെ കുഴി വന്നാലും അവർ നമ്മളെ ഞാൻ പറയും ഇങ്ങനത്തെ കുഴി ആ റോഡിൽ തന്നെ വന്ന് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. പിന്നെ ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ വളരെ കുറവാണ്. ശരിയാണ്. ഇപ്പം വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ചില ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് റോങ്ങായിട്ട് പറഞ്ഞിട്ട് പോകും. ചിലർ നല്ല രീതിയിൽ പോകും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നത് KSRTC കാറാണ്. കൈ കാണിച്ചാലും കൊടുക്കില്ല. അപ്പോൾ ഒരുപാട് അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അങ്ങനെ വേറെ ഇതില്ല. എന്തായാലും നല്ല ഇതായിട്ട് പോട്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ തന്നെ പ്രത്യേകം സ്നേഹമുണ്ട്. നമ്മളിപ്പം തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ചേച്ചി എൻ്റെ ഭാഗം സംസാരിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നല്ല സുഹൃത്തുക്കളാണ്. അതേപോലെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഞാൻ ആരുടെ ശത്രുവല്ല. ഞാൻ എല്ലാവരും വരുന്ന ആൾക്കാർ വരുമ്പോൾ സേഫായിട്ട് പോകണമെന്നുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മളെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ചില സമയത്ത് ചില ആ ഒരു മനസ്സിലായി. എനിക്ക് ഇതാണ് നമുക്ക് വരുന്നത്. എനിക്ക് മനസ്സിലായി. കാരണം ചൂട് പലരും പല രീതിയിൽ പറഞ്ഞാണ്. ഇപ്പം നമ്മൾ ആർക്കും ഒരു വണ്ടി തട്ടോ മുട്ടോ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും സേഫായിട്ട് പോകണം. അപ്പം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ചേച്ചിയെ പറ്റി ഇപ്പം നല്ല അഭിപ്രായമാണ്. പലരും വരുന്നവർ നല്ല രീതിയിലാണ്. ഇപ്പം നല്ല അഭിപ്രായമാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ വണ്ടി വലിച്ച് വിടാറുണ്ട്. പിന്നെ നമ്മുടെ CRBയിലെ സാറന്മാർ വന്ന് രാവിലെ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇത് ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചേച്ചി പിന്നെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ പേഴ്സണലായിട്ടും എനിക്ക് മനസ്സിലായി എൻ്റെ വാപ്പാടെ സുഹൃത്തിൻ്റെ മോളാണ്. ബന്ധുവല്ല, നമ്മളൊരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തിനാണെന്നുള്ളത് പിന്നീടാണ് അറിയാൻ പറ്റിയത്. എനിക്ക് നിങ്ങളൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൽ വിഷമം ഉണ്ടായി. കാര്യം ഇത്രയും ഞാൻ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഇത് വന്നതിലും ഞാൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുലിയായി ഞാൻ വീണ്ടും വിജയശാന്തി IPS ഞാൻ കൂട്ടുകാരന്മാരെ ഞാനന്ന് പറഞ്ഞാണ് വിജയശാന്തി IPS. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഇപ്പൊ നമ്മളെ ശമ്പളത്തിന്റെ ഇത് നോക്കിയോ അല്ല, അങ്ങനെയല്ല. ശമ്പളം കുറവാണെന്ന് ഞാനിവിടെ ശമ്പളം നമുക്ക് കുറവൊന്നൊന്നുമല്ല, നമുക്ക് തീരെ തെറ്റില്ലാത്ത രീതിയിലുള്ള ശമ്പളം നമുക്കുണ്ട്. നല്ല സാലറി ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശമ്പളത്തിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയിൽ കയറിയിട്ട് തന്നെ 21 വർഷം ആവാൻ പോകും. കഴക്കൂട്ടം വന്നിട്ട് തന്നെ നമ്മളെ സ്റ്റേഷൻ്റെ ഇതിൽ വന്നിട്ട് 10 വർഷം ആവാൻ പോകും. എല്ലാ ആൾക്കാരായിട്ട് നല്ല പരിചയമാണ്. പിന്നെ എല്ലാവരും എല്ലാം നല്ല അഭിപ്രായം പറയണമെന്നില്ലല്ലോ, മോശപ്പെട്ട അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിഷയമില്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്നെ പലരും പറഞ്ഞ വീഡിയോ ചെയ്യുന്നത് റോഡിലെ വിഷയങ്ങളും കാര്യങ്ങളും. പിന്നെ രണ്ടാമത്തെ കേസ് ചേച്ചി ഒരുപാട് മാറി. ചേച്ചി പഴയ ചേച്ചിയല്ല, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കാര്യം മാറി. പ്രിയപ്പെട്ടവരെ, ചേച്ചി പറയുന്നത് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുകയാണ്, അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റൂല. ചേച്ചി പറയുന്നത് ഇപ്പം NH വർക്ക് ചെയ്യുന്ന എല്ലാവരും വളരെ നല്ല രീതിക്കാണ് സഹായിക്കുന്നത്. റോഡിലെ കുഴികളും മറ്റും കുഴികളും മറ്റും കണ്ടാൽ അത് പറഞ്ഞു കൊടുത്താൽ യഥാസമയത്ത് അവിടെ നല്ല രീതിയിൽ ക്ലിയർ ആക്കുന്നുണ്ടാണ് ചേച്ചി പറയുന്നത്. അത് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഞാനും ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല കുഴിയായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ കുഴിയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരുവിധം പക്കയാണ്, കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞ കാര്യം അതാണ്. അപ്പം അവർക്കും ഈ NH വർക്ക് ചെയ്യുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ആ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എൻ്റെയും എൻ്റെ നാട്ടുകാരുടെ വകയായിട്ട് 1000 അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കട്ടിംഗ് ഓപ്പൺ ചെയ്യാൻ സഹായിച്ച കഴക്കൂട്ട് SHO പ്രവീൺ സാറിന് എൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെയും 1000 അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദീപ ചേച്ചിയുടെ പറയേ എൻ്റെയും നന്ദി കടപ്പാട് ഞാനും അറിയിച്ചുള്ളൂ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയല്ല. ഓക്കെ. അപ്പം പ്രിയപ്പെട്ടവർ, ഞാൻ എന്താ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് എല്ലാ വാഹനം ഓടിക്കുന്നവരെയും എല്ലാവരെയും ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കഴക്കൂട്ടൻ ജാഫർ ഖാൻ.